നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് CSS Selectors ആണ്. സോ നമുക്ക് വിവിധ തരത്തിൽ നമുക്ക് നമ്മുടെ HTML എലമെൻറ്റ് നമുക്ക് CSSൽ സെലക്ട് ചെയ്യാം. സോ ഈ എലമെൻറ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, ക്ലാസ് നെയിം ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, അതുപോലെ ID നെയിം ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. സോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഈ എലമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോ എലമെൻറ്റ് എങ്ങനെയും സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മുടെ ഈ ഒരു HTML ഫയൽ നമുക്ക് H2 അതുപോലെ H3 3 ഹെഡിങ് എലമെൻ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഒരു 3 പാരഗ്രാഫ് എലമെൻറ്റും ഉണ്ട്. നമ്മുടെ HTML എലമെൻറ്റ് നമുക്ക് ഓരോ എലമെൻറ്റ് വൈസ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഈ പാരഗ്രാഫിനെല്ലാം ഞാൻ ഒരു റെഡ് കളർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. സോ ഞാൻ ചെയ്യേണ്ടത് P എന്ന് കൊടുക്കുക, ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സോ കളർ ഞാൻ റെഡ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫിനെല്ലാം ആ ഒരു റെഡ് കളർ ലഭിക്കുന്നു. അതുപോലെ ഞാൻ H1 കൊടുക്കേണ്ടതെങ്കിൽ എലമെൻറ്റ് നെയിം കൊടുക്കുക, ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കളർ ഞാൻ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ എനിക്ക് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഈ എലമെൻറ്റിൻ്റെ പേര് ഉപയോഗിച്ച് നമുക്കിതുപോലെ എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് യൂണിവേഴ്സൽ സെലക്ടറാണ്. സോ ഞാനിതുപോലെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. സോ യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു HTML ഫയലിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും നമ്മൾ ഇതുപയോഗിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സ്റ്റാർ സൈൻ കൊടുക്കുക, ബ്രാക്കറ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഇനി ഞാൻ ഇതിനുള്ളിൽ ഏതൊരു CSS പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും സോ ഞാൻ കളർ റെഡ് കൊടുക്കുന്നു. റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ HTML എലമെൻറ്റിനുള്ളിലുള്ള എല്ലാ എലമെൻസിനും ആ ഒരു സ്റ്റൈൽ ബാധകമാവുന്നതായിരിക്കും. അതുപോലെ ഞാനിവിടെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ഞാൻ സെൻറ്റർ കൊടുക്കുന്നു. സോ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടെക്സ്റ്റും സെൻറ്ററിലോട്ട് മാറുന്നതായിരിക്കും. സോ ഇതുപോലെ ഈ സ്റ്റാർ സൈൻ ഉപയോഗിച്ച് നമുക്ക് ഇതിന് യൂണിവേഴ്സൽ സെലക്ടർ എന്നാണ് പറയുന്നത്. സ്റ്റാർ സൈൻ ഉപയോഗിച്ച് നമുക്ക് ഒരു HTML ഫയലിനുള്ളിലുള്ള എല്ലാ എലമെൻസിനെയും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിനുള്ളിൽ നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റൈലും അപ്ലൈ ചെയ്യുന്ന ഓരോ സ്റ്റൈലും അതിലുള്ള എല്ലാ എലമെൻസിനും അപ്ലൈ ആവുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് നമുക്ക് ഒരുമിച്ച് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ പാരഗ്രാഫും അതുപോലെ H1 അതുപോലെ H3 ഈ മൂന്നിനും ഞാൻ ഇതുപോലെ ഒരുമിച്ച് സെലക്ട് ചെയ്ത ശേഷം ഞാനൊരു കളർ കൊടുക്കുന്നു, കളർ റെഡ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ H1 H3 പാരഗ്രാഫ് എലമെൻറ്റ്സ് എല്ലാത്തിനും ആ ഒരു കളർ ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ഇതുപോലെ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ID സെലക്ടർ അതുപോലെ ക്ലാസ് സെലക്ടർ. ID നെയിമും ക്ലാസ് നെയിമും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ HTML എലമെൻറ്റ് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കിവിടെ H1 ID ഹെഡ് 1 ആണ്, H2 ID ഹെഡ് 2 ആണ്, H3 ID ഹെഡ് 3 ആണ്. സോ ഇവ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇത് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ഇതുപോലെ #ടാഗ് കൊടുക്കുക. സോ നമ്മൾ ഹെഡ് 1 H1 നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. H1 ID നെയിം ഉപയോഗിച്ച് നമ്മളിപ്പോൾ H1 സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഞാനിവിടെ കളർ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് H1 മാത്രം ബാധകമായിരിക്കും. സോ നമ്മളിപ്പോൾ ചെയ്തത് H1 ID നെയിമായ ഹെഡ് 1 എന്ന് പറയുന്ന ID നെയിം ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ H1 സെലക്ട് ചെയ്തത്. അത് നമ്മൾ ചെയ്യേണ്ടത് #ടാഗ് കൊടുത്ത ശേഷം ID നെയിം കൊടുക്കുക. സോ അതുപോലെ ഞാൻ ഹെഡ് 2 ഞാൻ കളർ ഗ്രീൻ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് 2 അതായത് ഹെഡിങ് 2 ക്ലാസ് ID നെയിം എന്ന് പറയുന്നത് ഹെഡ് 2 ആയിരുന്നു. അതിന് നമ്മളിവിടെ ഹെഡ് 2 വെച്ച് അതിനെ സെലക്ട് ചെയ്തു, #ടാഗ് കൊടുത്ത് സെലക്ട് ചെയ്തു. ഇത്തരത്തിൽ നമുക്ക് ID ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഞാനിവിടെ 3 പാരഗ്രാഫിനും ആദ്യത്തെ 2 പാരഗ്രാഫിന് CSS എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തു, മൂന്നാമത്തേത് ഞാൻ CSS1 എന്ന് കൊടുത്തു. സോ നമുക്ക് ക്ലാസ് നെയിം ഉപയോഗിച്ച് എങ്ങനെ ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഡോട്ട് കൊടുത്ത ശേഷം ക്ലാസ് നെയിം കൊടുക്കുക, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ കളർ റെഡ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ CSS എന്ന് പറയുന്ന ക്ലാസ് നെയിമിലുള്ള എല്ലാ എലമെൻറ്റിനും ഈ ഒരു കളർ അപ്ലൈ ആവുന്നതായിരിക്കും. സോ നമുക്കിവിടെ ആദ്യത്തെ പാരഗ്രാഫ് ക്ലാസ് CSS ആയിരുന്നു നെയിം, അതുപോലെ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ക്ലാസ് CSS ആയിരുന്നു. സോ ആ 2 പാരഗ്രാഫിന് നമ്മുടെ ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ആയി കഴിഞ്ഞു. സോ ID ക്ലാസ് എന്നാൽ എന്താണെന്നൊക്കെ നമ്മൾ ഈ HTML ട്യൂട്ടോറിയൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽ കാണാവുന്നതാണ്. സോ അതുപോലെ നമുക്ക് മറ്റൊരു ക്ലാസ് നെയിമായ CSS1. സോ ഞാനിവിടെ CSS1 എന്ന് കൊടുക്കുന്നു, അതിനുശേഷം അതിൻ്റെ കളർ ഗ്രീൻ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ CSS1 എന്ന് പറയുന്ന പാരഗ്രാഫിന് നിങ്ങൾക്കിവിടെ കാണാം ഗ്രീൻ കളർ ലഭിച്ചു. സോ ഇതുപോലെ ഡോട്ട് കൊടുത്ത് നമുക്ക് ക്ലാസ് നെയിം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.